പ്രിയമുള്ളവരെ, ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഷിജു ഏലിയാസ് എഴുതിയ മതവും പ്രത്യയശാസ്ത്രവും എന്ന പുസ്തകത്തിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള അപജയത്തെക്കുറിച്ച് പഠിക്കുന്ന സാംസ്കാരിക പഠന ഗ്രന്ഥമാണ് മതവും പ്രത്യയശാസ്ത്രവും. ഇന്നത്തെ കാലത്ത് തീർച്ചയായും പ്രസിദ്ധീകരിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു ഗ്രന്ഥമെന്ന നിലയിലാണ് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് ഈ പുസ്തകത്തെ കാണുന്നതും ഇത് പബ്ലിഷ് ചെയ്യുന്നതും. ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, ഇന്ന് രാഷ്ട്രീയം മതത്തിന് അടിപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, മതം എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയ ആദർശങ്ങൾക്ക് മേലും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ശക്തികൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് മതവും പ്രത്യയശാസ്ത്രവും എന്ന വിഷയം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായിട്ടുള്ള രാജേഷ് കെ എരിമേലി എത്തിയിട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും ചിത്രകാരനുമായിട്ടുള്ള രാജേഷ് ചിറപ്പാടുണ്ട്. ചിന്തകനും എഴുത്തുകാരനുമായിട്ടുള്ള സി അശോകൻ ഉടൻ എത്തിച്ചേരും. ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ശ്രീ ഷിജു ഏലിയാസ് വേദിയിലുണ്ട്. എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചർച്ചയിൽ ആദ്യമായി പങ്കെടുക്കുന്നതിന് ശ്രീ രാജേഷ് കെ എരിമേലിയെ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ആണ് ചർച്ച ചെയ്യുന്നത്. മതവും പ്രത്യയശാസ്ത്രവും എന്ന ഷിജു ഏലിയാസ് എഴുതിയ പുസ്തകത്തെയാണ് ഇവിടെ സംവാദം നടത്തുന്നത്. ഈ പുസ്തകം ചർച്ചയ്ക്കെടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയ സാംസ്കാരിക അവസ്ഥകളാണ് എന്ന കാര്യത്തിൽ എഴുത്തുകാരനും ഒപ്പം ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും സംശയമില്ല. മതവും പ്രത്യയശാസ്ത്രവും രണ്ട് വ്യത്യസ്തമായ ശാഖകളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. മതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇന്ന് മതത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് എത്താറുള്ളത് 3 മതങ്ങളെക്കുറിച്ചാണ്. അതിലൊന്ന് ക്രിസ്തുമതം, ഇസ്ലാം മതം, ഹിന്ദുമതം. ഇങ്ങനെ ഈ 3 മതങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് മതസംബന്ധിയായ സംവാദങ്ങളിലൊക്കെ ഉയർന്നു വരാറുള്ളത്. സത്യത്തിൽ മതത്തിനെക്കുറിച്ചുള്ള ചർച്ച ഈ 2 മതങ്ങൾ സംഘടിതമായ 2 മതങ്ങൾ, ഉദാഹരണത്തിന് ക്രിസ്തുമതവും ഇസ്ലാം മതവും രൂപപ്പെടുന്നത് ഏതാണ്ട് 2000 വർഷങ്ങളാണ് ആയിട്ടുള്ളത്. ഹിന്ദുമതത്തെ സംബന്ധിച്ച് അതൊരു മതമാണോ അതൊരു ജാതിയുടെ കൂട്ടമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയുള്ള വിവിധങ്ങളായ ചർച്ചകൾ ഇന്നും നടക്കുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നുമില്ല. സത്യത്തിൽ ഈ 2000 വർഷം മുമ്പുണ്ടായ മതങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ മതത്തെ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ അതിനൊക്കെ മുമ്പ് മനുഷ്യൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെട്ട് കോടാനുകോടി വർഷങ്ങളായിട്ടുണ്ട്. ഈ 2 മതങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ നിരവധിയായ മതങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള
ആശയധാരകൾ ഉണ്ടാകുകയും ജനങ്ങളെ സ്വാധീനിക്കുകയും മനുഷ്യരെ സ്വാധീനിക്കുകയും ചിലർക്ക് ആശയങ്ങൾ ഇല്ലാതാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മതം എന്ന് പറയുന്നത് മനുഷ്യൻ രൂപപ്പെട്ട കാലം മുതലേ ഇന്ന് കാണുന്ന തരത്തിലുള്ള മതങ്ങൾ അവരെ സ്വാധീനിച്ചിരുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ മനുഷ്യൻ രൂപപ്പെട്ട കാലം മുതലേ മതം അവരെ വരിഞ്ഞ് മുറുക്കി അല്ലെങ്കിൽ മതത്തിൻ്റെ ഭാഗമായിരുന്നു മനുഷ്യൻ എന്ന തലത്തിലുള്ള ചർച്ചകളാണ് നടക്കാറുള്ളത്. അത് ചരിത്രപരമായി ശരിയല്ല എന്നുള്ളത് സംബന്ധിച്ച് നിരവധിയായ പഠനങ്ങൾ വരുന്നുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ ഒറിജിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഉണ്ടായ മനുഷ്യൻ്റെ ആദ്യ മനുഷ്യൻ പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അവരുടെ ജീവിത സന്ധാരണത്തിനായി പോയതായാണ് നമ്മൾ പുതിയ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്നൊന്നും ഇന്ന് കാണുന്ന സംഘടിതമായ മതങ്ങൾ ഉണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള വിശ്വാസങ്ങൾ അവർക്കുണ്ടായിരുന്നു. അത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള പ്രകൃതിയെയും പ്രകൃതി ശക്തികളെയും ഒക്കെ തങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തികളായി കണ്ടുകൊണ്ടുള്ള ആരാധനയായിരുന്നു രൂപപ്പെട്ടിട്ടുള്ളത്. അതാണ് മതങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത്. മതങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മൾ രണ്ട് തരത്തിലാണ് മതത്തെ സംബന്ധിച്ചുള്ള ചർച്ച. ഞാൻ അത് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിലേക്ക് വരാം. ചെയ്യേണ്ടത് ഒന്ന്, സംഘടിതമായ മതങ്ങൾക്ക് അവരുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ഉണ്ടായിരിക്കും. അതിന് ഗ്രന്ഥങ്ങളുണ്ട്. അത് പറയേണ്ട ആവശ്യമില്ല. ആ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്ന ഒന്നാണ് എന്നാണ് മതത്തിൻ്റെ സാധാരണഗതിയിൽ മതത്തെ വ്യാഖ്യാനിക്കുന്ന, മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പൗരോഹിത്യവും അത്തരം വക്താക്കളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതായത് എഴുതപ്പെട്ട മതത്തെ രൂപപ്പെടുത്തിയ അതിൻ്റെ ആശയധാരയെ നിലനിർത്തുന്ന ഗ്രന്ഥങ്ങൾക്ക് ഒരിക്കലും ആ എഴുതിയത് അതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്, അതിന് മാറ്റമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം, കാലാനുസൃതമായി മാറ്റങ്ങൾക്കനുസൃതമായി മതത്തിന് മതം മാറുകയും ചെയ്യുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ ഭാഗമായും ഓരോ കാലഘട്ടത്തിലും വികസിക്കുന്ന സാങ്കേതിക വിദ്യയുടെ ഭാഗമായി മതങ്ങളെ ആ രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന തരത്തിലുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള മാറ്റം മതങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അതിൻ്റെ ആശയപരമായ അടിത്തറയെ ഒരു തരത്തിലും മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിലനിർത്തുകയും അതേസമയം വിവിധ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആൾക്കാരിലേക്ക്, മനുഷ്യരിലേക്ക് അതിൻ്റെ ആശയത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമവും മതം നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി ചിലപ്പോഴൊക്കെ തന്നെ അത് ബലപ്രയോഗത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. പലതരത്തിൽ നിസ്സഹായ അവസ്ഥകളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി മാറാറുണ്ട്. തങ്ങളുടെ ആശയങ്ങളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കും മതങ്ങൾ മാറാറുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മതവും പ്രത്യയശാസ്ത്രവുമാണ്. അപ്പോൾ മതത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു, പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഈ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ മാർക്സിസവുമായി ബന്ധപ്പെട്ടാണ് ഈ മതത്തെയും പ്രത്യയശാസ്ത്രത്തെയും ഈ പുസ്തകം വിശകലനം ചെയ്യുന്നത്. അതിൻ്റെ ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്കും ഈ പുസ്തകം മാറുന്നുണ്ട്. മാർക്സിസ്റ്റെ സംബന്ധിച്ച് മാർക്സ് സത്യത്തിൽ മതത്തെ സംബന്ധിച്ച് ഏറ്റവും ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും കൃത്യമായ ഒരു നിരീക്ഷണം മാർക്സാണ് നടത്തിയിട്ടുള്ളത്. മറ്റൊരുപാട് ചിന്തകർ മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മതം രൂപപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങളും അത് എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നതെന്നും അതെങ്ങനെയാണ് ഒരു ആശയമായി ലോകത്ത് നിലനിൽക്കുന്നതെന്നും അത് മനുഷ്യനെ എങ്ങനെയാണ് മയക്കുന്നതെന്നും കൃത്യമായി മാർക്സ് പറയുന്നുണ്ട്. മാർക്സിൻ്റെ ഒരു വാചകത്തെ മാത്രം എടുത്തുകൊണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്ന ഒറ്റ വാചകത്തെ എടുത്തുകൊണ്ടാണ് സത്യത്തിൽ എപ്പോഴും മാർക്സിൻ്റെ മതവിമർശനത്തെയൊക്കെ കാണാറുള്ളത്. അതങ്ങനെയല്ല. കൃത്യമായി മാർക്സ് പറയുന്നുണ്ട്, ഇത് രൂപപ്പെട്ട സാഹചര്യത്തെ സംബന്ധിച്ചും അത് എങ്ങനെയാണ് ലോകത്ത് ആൾക്കാരെ സ്വാധീനിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മതവിമർശനം എന്ന് പറയുന്നത് എല്ലാ വിമർശനങ്ങളുടെയും തുടക്കമാണെന്നും മാർക്സ് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ
നമുക്കറിയാം, ഇന്ന് മതത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് മതവിമർശനം പാടില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ രൂപപ്പെടുത്തി വരുന്നൊരു ഘട്ടമാണ്. ഈ പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള മതത്തിൻ്റെ പേരിൽ, സത്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹിന്ദു മതം എന്നൊരു മതം സത്യത്തിലില്ല. ഹിന്ദു മതം എന്ന മതം നമ്മൾ എഴുതാറുണ്ടെങ്കിൽ സത്യത്തിൽ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ജാതികളുടെ ഒരു കൂട്ടമാണ്. ഇപ്പോൾ മീരാനന്ദയുടെ നിരീക്ഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ ഹിന്ദുമത അല്ലെങ്കിൽ ഹിന്ദുത്വത്തിലൂടെ രൂപപ്പെട്ട മതസങ്കല്പം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ പുസ്തകത്തിൽ ഷിജു ഏലിയാസ് പറയുന്നു. അപ്പം അങ്ങനെ ജാതികളുടെ കൂട്ടമായി നിൽക്കുന്ന ഒരു ഒരു മതസങ്കല്പം ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ സാമൂഹിക ഘടനയ്ക്കുള്ളിൽ ഒരു പ്രത്യയശാസ്ത്രമായി എങ്ങനെ മാറുന്നുവെന്നും അത് ഫ്യൂഡൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതീശബോധങ്ങളാൽ എങ്ങനെയാണ് ജാതിയെയും ജാതി വ്യവസ്ഥയും ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നും പറയാനാണ് ഈ പുസ്തകത്തിലൂടെ ഷിജു ഏലിയാസ് ശ്രമിക്കുന്നത്. അതിൽ അദ്ദേഹം നിരവധിയായ ചിന്തകന്മാരുടെ നിരീക്ഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതിൽ എഴുതുന്നത്. ഇന്ത്യയിൽ ഒരു സിവിൽ സമൂഹം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഈ പറയുന്ന ഫ്യൂഡൽ അവശിഷ്ടങ്ങളാൽ അല്ലെങ്കിൽ ഫ്യൂഡൽ ഘടനയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പ്രത്യയശാസ്ത്രത്തിൽ ഒരു സിവിൽ സമൂഹം നിലനിൽക്കുന്നുണ്ടോ? എന്താണ് സിവിൽ സമൂഹം എന്ന് നമുക്കറിയാം. സിവിൽ സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ അത്തരത്തിൽ ആണോ നിലനിൽക്കുന്നതെന്ന് നമ്മളിപ്പോൾ സമകാലികമായ സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടാണ്. ഇത്തരം ചില ആലോചനകൾ അല്ലെങ്കിൽ സംവാദങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മതം എന്നത് നിരന്തരം വിമർശനത്തിന് വിധേയമാക്കപ്പെടേണ്ട ഒന്നാണെന്നും അതെങ്ങനെയാണ് ചരിത്രപരമായി ഇന്ന് മുതലാളിത്തവുമായി ചേർന്ന്, അതായത് മതം രൂപപ്പെട്ട കാലത്ത്, അത് പൗരോഹിത്യത്തിൻ്റെ പ്രവാചക കാലത്തിൽ, സംഘടിത മതങ്ങൾ രൂപപ്പെട്ട പ്രവാചക കാലഘട്ടത്തിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് വരികയും പിന്നീട് അത് മുതലാളിത്തത്തിൻ്റെ പ്രത്യയശാസ്ത്രവുമായി ചേർന്നുകൊണ്ട് എങ്ങനെയാണ് അത് ചൂഷണത്തിലേക്ക് മാറുന്നതെന്നും ഈ പുസ്തകത്തിൽ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ അത് കുറേ കൂടി ജാതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സമൂഹത്തെ വേർതിരിക്കുന്നതെന്ന കാഴ്ചപ്പാടും പുസ്തകത്തിലൂടെ മുന്നോട്ട് വെക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട, ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമാണിത്. വിമർശനം, സംവാദം ഇല്ലാതാകുന്നൊരു സമൂഹത്തിൽ പലപ്പോഴും നമുക്കറിയാം മതവിമർശനങ്ങൾ പലപ്പോഴും ഉണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ട്. സത്യത്തിൽ മതങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മതങ്ങളെ താരതമ്യ പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സിലബസുകളിലൊക്കെ അത് വരേണ്ടതാണ്. കാര്യം മതം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയോളജിക്കലായി ഒരു സ്നേഹത്തെ അല്ലെങ്കിൽ സഹവർത്തിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതര മതങ്ങളെ പ്രത്യയശാസ്ത്രപരമായി അംഗീകരിക്കാൻ മതങ്ങൾ തയ്യാറാവുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വസ്തുതയും കൂടെയാണ്. കാരണം ഒരു മതം മറ്റൊരു മതത്തേക്കാൾ ശരിയാണ് എന്നൊരു മതത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ സംവാദങ്ങൾക്ക് സാധ്യമല്ല. അപ്പം അങ്ങനെ സംവാദം സാധ്യമല്ലാത്തൊരു സ്ഥലത്താണ് മതവും പ്രത്യയശാസ്ത്രവും എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. തീർച്ചയായും എല്ലാത്തരം വിമർശനങ്ങളും മതവിമർശനത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് എന്ന മാർസിൻ്റെ നിരീക്ഷണം തന്നെ ആണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഒപ്പം ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് മതം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ജാതീയമായി നിലനിൽക്കുന്ന ഒരു മതസങ്കല്പം അധികാര കേന്ദ്രമായി മാറുകയും സിവിൽ സമൂഹത്തെ തകർക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു അന്വേഷണം കൂടി ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും നിരൂപകനുമായിട്ടുള്ള സി അശോകനെ ക്ഷണിക്കുക. പ്രിയപ്പെട്ട ഷിജു ഏലിയാസ്, രാജേഷ് എരുമേലി, രാജേഷ് ചിറപ്പാട്, പ്രിയപ്പെട്ട വിൻസെൻ്റ്, ഷിജു ഏലിയാസിൻ്റെ വളരെ നേരത്തെ എഴുതിയ ഒരു പുസ്തകമാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ് മതവും പ്രത്യയശാസ്ത്രവും എന്നുള്ളത്. അതിൻ്റെ പുതിയ പതിപ്പാണ്.
മതത്തെക്കുറിച്ച് നമ്മളെല്ലാം സംസാരിക്കുമ്പോൾ നമ്മൾ മാർസിനെ പിടിക്കും. പക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്തകൻ കൂടിയാണ് മാർസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മാർസ് എഴുതിയൊരു വാചകത്തിൻ്റെ വിവർത്തനത്തിൽ സംഭവിച്ച പിഴവ് അത് ലോകത്താകമാനമുള്ള മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും മാർക്സിസ്റ്റ് പ്രവർത്തകരെയുമെല്ലാം തന്നെ മതത്തെ സംബന്ധിച്ച് വളരെ വിഭാഗികവും യാന്ത്രികവുമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ ഇട നൽകി എന്നുള്ളതാണ്. എ വേൾഡ് ടു വിൻ ദ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് കാൾ മാർക്സ് എന്ന സ്വെൻ എറിക് ലീഡ്മാൻ്റെ ഏറ്റവും ബൃഹത്തായ ജീവചരിത്രം ഞാൻ ഈ അടുത്ത കാലത്താണ് വായിക്കാനിടയായത്. അപ്പം അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നൊരു കാര്യം, ഈ മാർസിനെ സംബന്ധിച്ച് രൂഢമൂലമായ ചില തെറ്റിദ്ധാരണകൾ. അതിലൊന്ന്, മാർസിൻ്റെ ക്യാപിറ്റൽ, മൂലധനം, ആദ്യം അദ്ദേഹം രചിച്ചു കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് ചാൾസ് ഡാർവിന് സമർപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ്. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല, മൂലധനം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം കയ്യൊപ്പിട്ടൊരു കോപ്പി ഡാർവിന് അയച്ചു കൊടുക്കുകയും ഡാർവിൻ നന്ദിപൂർവ്വം അത് കൈപ്പറ്റുകയും ചെയ്തു. പക്ഷേ ഡാർവിന് മൂലധനം മുഴുവൻ വായിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആദ്യത്തെ അധ്യായത്തിലെ കുറച്ച് ഭാഗം വായിച്ച് മൂലധനം അടച്ചു വെച്ചു. കാരണം ഒരു പക്ഷേ മറ്റൊരു വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന, ചിന്തിക്കുന്ന ഡാർവിന് സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനത്തിൽ ആഴമേറിയ ഒരു ഗ്രന്ഥം വായിക്കാനുള്ള ക്ഷമയോ സഹിഷ്ണുതയോ ഉണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത് ലോകമെമ്പാടുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മാർസ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞു എന്നുള്ളത്. കേരളത്തിൽ ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ കേട്ടുവരുന്നൊരു മാർസ് പറയുന്നത് ഇങ്ങനെയാണ്: മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ്. അപ്പോൾ മതത്തെക്കുറിച്ചുള്ള വളരെ നെഗറ്റീവായ, വളരെ ഋണാത്മകമായ ഒരു വീക്ഷണം രൂപപ്പെടുത്താനാണ് ഈ ധാരണ ഇട നൽകിയത്. അപ്പോൾ ലീഡ്മാൻ പറയുന്നത്, അദ്ദേഹം ഒരിക്കലും, മാർസ് നെവർ സെഡ് ദാറ്റ് റിലിജിയൻ ഈസ് ദ ഓപ്പിയം ഫോർ ദ പീപ്പിൾ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർസ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് ആൻ ഓപ്പിയം ഓഫ് ദ പീപ്പിൾ ആണ്. ഈ ഓഫ് ദ പീപ്പിളും ഫോർ ദ പീപ്പിളും തമ്മിൽ ഇംഗ്ലീഷിൽ വളരെ, ആ പ്രയോഗത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. മതം മനുഷ്യൻ്റെ കറുപ്പാണ് എന്ന് പറയുന്നതും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നതും തമ്മിൽ വലിയ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, മാർസ് പറയുന്നത് മനുഷ്യൻ്റെ കറുപ്പാണെന്ന് പറയുമ്പോൾ മനുഷ്യനിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നല്ല മതം. പകരം മനുഷ്യൻ ഇച്ഛാപൂർവം, മനുഷ്യൻ ബോധപൂർവം തൻ്റെ വേദനകളിൽ നിന്നും യാതനകളിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം സംഭരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം മനുഷ്യർ സ്വീകരിച്ച ഒന്നാണ്, ആവിഷ്കരിച്ച ഒന്നാണ് മതമെന്നാണ്. ഇപ്പം നമ്മൾ വയലാറിൻ്റെ പാട്ട് എല്ലാവരും ഒരുപക്ഷെ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു എന്ന് പറയും. ഇത് വളരെ ശരിയായൊരു, മാർസിനെ സംബന്ധിച്ചിടത്തോളം, കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് ഹെഗൽ ഫിലോസഫി ഓഫ് ലാ, അതിലാണ് മാർസ് ഈ മതത്തെ സംബന്ധിച്ച ഹെഗലിയൻ വീക്ഷണങ്ങളെ നിശിതമായ പഠനത്തിനും വിമർശനത്തിനും വിധേയമാക്കുന്നു. അപ്പം നമ്മുടെ ഈ മതസങ്കല്പം അനുസരിച്ചാണെങ്കിൽ നമ്മളെന്താണ്, ലോകം സൃഷ്ടിച്ചതാരാണ്? ദൈവമാണ്. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ഹ്യൂമാനിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് ക്രിസ്ത്യാനിറ്റി ഉൾപ്പെടെ, അത് നമ്മൾ ഇസ്ലാം മതം എടുത്താലും യൂറോപ്പിൽ ഏത് സെമിറ്റിക് മതം എടുത്താലും ആ മതത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തെ ഒരു സബ്ജക്റ്റായി, ഒരു കർത്താവായി കാണുന്നു. ദൈവമാണ്, ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ഹ്യൂമാനിറ്റി. അപ്പോൾ ഗോഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, കർത്താവ്, ഇതിനെ സൃഷ്ടിച്ചു. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ്. ഈ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന ഹാസ് ക്രിയേറ്റഡ്
ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആ പ്രെഡിക്കേറ്റിൽ വരുന്ന ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യൻ ആണ് എന്ത് ചെയ്തത്? ദൈവത്തെ സൃഷ്ടിച്ചത്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ സൃഷ്ടിച്ചത് കൊണ്ട് മതം മോശമാകുന്നു എന്നല്ല. അദ്ദേഹം മാർസ് പിന്നെ എഴുതുന്നത്, ഇതേ അദ്ദേഹത്തിൻ്റെ വാചകമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്, റിലീജിയസ് ഡിസ്ട്രസ് ഈസ് അറ്റ് ദ സെയിം ടൈം ദ എക്സ്പ്രഷൻ ഓഫ് റിയൽ ഡിസ്ട്രസ് എന്നാണ്. മതപരമായ ഈ യാതനകൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥ ദുഃഖത്തിൻ്റെ തന്നെ ആവിഷ്കാരമാണ് എന്നാണ്. ആൻഡ് ആൾസോ ദ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് റിയൽ ഡിസ്ട്രസ്, ഈ യഥാർത്ഥത്തിലുള്ള യാതനകളോടുള്ള പ്രതിഷേധം കൂടിയാണ് മതം എന്ന് പറയുന്നത്, ഈ മതാത്മകമായ ഈ ഡിസ്ട്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ റിലീജിയൻ ഈസ് ദ സൈ ഓഫ് ദി ഒബ്രസ്ഡ്, അടിച്ചമർത്തപ്പെട്ടവൻ്റെ നെടുവീർപ്പാണ് മതം. സൈ ഓഫ് ദി ഒപ്രസ്ഡ് ക്രീച്ചർ എന്നാണ്, അടിച്ചമർത്തപ്പെട്ട ജീവികളുടെ, മനുഷ്യജീവികളുടെ ഒരു നെടുവീർപ്പാണ് മതം എന്ന് മാർസ് പറയുന്നു. ഹേർട്ട് ഓഫ് ദി ഹെർട്ട്ലെസ് വേൾഡ്, ഹൃദയമില്ലാത്ത, ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണ് എന്ന്. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് ദ സ്പിരിറ്റ്ലെസ് കണ്ടീഷൻസ്. അപ്പോൾ ഈ ആത്മാവില്ലാത്ത ഈ ലോകത്തിൻ്റെ ആത്മാവായിട്ടാണ് മതത്തെ മാർസ് കാണുന്നത്. അപ്പോൾ മതത്തെ കാണുന്നത്, മതത്തിന് ഒരു വിമോചനാത്മകമായ അവസ്ഥയുണ്ട്. മനുഷ്യൻ്റെ പോരാട്ടത്തിൽ, പ്രകൃതിയുമായും അതുപോലെ തന്നെ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, ചൂഷണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ യാതനകളും വേദനകളും സഹിക്കാനും അതുപോലെ തന്നെ താൻ അഭിമുഖീകരിക്കുന്ന ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുമൊക്കെ മനുഷ്യനെ പ്രാപ്തരാക്കിയ, മനുഷ്യനെ ഒരു സഹനശേഷി നൽകിയത് ഈ മതമാണ്. ആ മതത്തിന് ഒരർത്ഥത്തിൽ ഒരു നമ്മൾ സാധാരണഗതിയിൽ വേദനകൾ ലഘൂകരിക്കാനുള്ള ഒരു സെഡേറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു സൂത്തിങ് ബാം പോലെ അല്ലെങ്കിൽ ഒരു സൂത്തിങ് മെഡിസിൻ പോലെ നമ്മളുടെ വേദനകളെ മറക്കാൻ മനുഷ്യന് കരുത്ത് നൽകുന്ന, ശരീരത്തിന് വേദനകളെ ലഘൂകരിച്ചു കൊടുക്കുന്ന ഒരു ഔഷധമായിട്ടാണ് മതത്തെ മാർസ് കാണുന്നത്. ഇത് മതത്തിൻ്റെ ഒരു ഘട്ടം വരെയുള്ള വളർച്ചയിലും ചരിത്രത്തിലും ഈ ആസ്പെക്റ്റ് വളരെ ശരിയാണ്. പക്ഷേ ആധുനിക കാലത്ത് നമ്മൾ കാണുന്നത് മതമെന്ന് പറയുന്നത് സമ്പത്തും അധികാരവും ആർജിച്ചുകൊണ്ട് വലിയൊരു സ്ഥാപനമായി മാറുന്നതാണ്. ഇപ്പം ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം ആയാലും ഇന്ന് അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെയോ ഇസ്ലാമിൻ്റെയോ ഒരു സെമിറ്റിക് ഘടന, ഒരു ഏകശിലാ ഘടന ഒരുപക്ഷെ ഇന്ത്യയിലെ ഹിന്ദുത്വത്തിന്, ഹിന്ദുമതത്തിന് ഇല്ല എന്നുള്ളതാണ്. ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു ഏകശിലാ ആകൃതിയിലുള്ള, ഏകശിലാ ഘടനയുള്ള ഒരു മതം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട മനുഷ്യ സമൂഹങ്ങൾക്ക് അവരുടേതായ താന്താങ്ങളുടേതായ ദൈവസങ്കല്പനങ്ങളുണ്ടായിരുന്നു, ആരാധന അനുഷ്ഠാന രീതികളുണ്ടായിരുന്നു. അതിനെ ഒരു മതത്തിലേക്ക് കൂട്ടിയിണക്കാനുള്ളൊരു ശ്രമം തുടങ്ങുന്നത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വം, അതുവരെ ഇന്ത്യൻ സമൂഹത്തിൽ അധികാരവും സമ്പത്തും കൈയാളിയിരുന്ന വിഭാഗത്തിന് കൊളോണിയൽ ഭരണം മൂലം ആ അപ്രമാദിത്വം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ കൊളോണിയൽ വിരുദ്ധ സമരത്തോട് ചേർന്നുകൊണ്ട് തന്നെ തങ്ങളുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അധികാരവും സമ്പത്തും തിരിച്ചു പിടിക്കുന്നതിന് ഒരു മത ആവശ്യമാണെന്ന തിരിച്ചറിവിൽ ഒരു യൂറോപ്യൻ മതങ്ങളെപ്പോലെ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെയും പോലെ ഒരു ഹിന്ദുമതം ആവശ്യമാണെന്ന് ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ ശക്തികൾക്ക് തോന്നുകയും അവരാണ് ഈ മതം എന്നൊരു സങ്കല്പനം, ഒരു ഏകശിലാ ഘടന ഈ ഹിന്ദുമതത്തിന് നൽകാനുള്ള ശ്രമം നൽകുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായി ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഏകീകരിക്കാനും വിവിധ ജാതി വിഭാഗങ്ങളെ ഉൾച്ചേർക്കാനുമുള്ള ജാതീയമായ വേർതിരിവുകളെയോ വിവേചനങ്ങളെയോ ചോദ്യം ചെയ്യാതെ തന്നെ ജാതികളെ ഉൾച്ചേർക്കുക, ജാതികൾക്കിടയിലുള്ള ഹയറാർക്കി, ശ്രേണീബദ്ധമായ അധികാരഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ ഹിന്ദുത്വത്തിലേക്ക് വിവിധ ജാതികളെ ഉൾച്ചേർക്കാനുള്ള ശ്രമവും ഈ ബ്രാഹ്മണിക്കൽ ശക്തികൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ നടത്തി വരുന്നുണ്ട്. അത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ ഈ ശക്തികളുടെ വക്താക്കൾ
പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും പക്ഷെ ഇന്ന് നാം കാണുന്നത് ഈ ഏകീകൃതമായ ഒരു മതഘടന ഈ ഹിന്ദുത്വത്തിനുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അത് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തോടും അതോടൊപ്പം തന്നെ ബഹുരാഷ്ട്ര മൂലധനത്തോടും സന്ധി ചെയ്തുകൊണ്ട് അതിൻ്റെയോട് ചങ്ങാത്ത സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ അത് ഫാഷിസമായി വളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മതവും പ്രത്യയശാസ്ത്രവും എന്ന ഈ പുസ്തകം ഷിജു എലിയാസിൻ്റെതായി പുറത്തു വരുന്നത്. അപ്പോൾ ഷിജു എലിയാസ് ഇന്ത്യയിലെ ഈ ബ്രാഹ്മണിക്കൽ ശക്തികൾ എങ്ങനെയാണ് വ്യത്യസ്തമായ ജാതി വിഭാഗങ്ങളെ അല്ലെങ്കിൽ സമുദായങ്ങളെ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വശത്ത് ബ്രാഹ്മണിക്കലായിട്ടുള്ള അപ്രമാദിത്വം, സമ്പത്തിലും അധികാരത്തിലും മേധാവിത്വം സ്ഥാപിച്ചിരിക്കുന്ന ബ്രാഹ്മണിക്കൽ ശക്തികളോട് വൈരുദ്ധ്യത്തിലേർപ്പെടുന്ന അതിൻ്റെ ചൂഷണത്തിൽ വിധേയരായ അടിസ്ഥാന വർഗം അല്ലെങ്കിൽ കീഴാള വർഗം അല്ലെങ്കിൽ നമുക്ക് ദലിതരെന്ന് പറയാവുന്ന അല്ലെങ്കിൽ വർണ്ണബാഹ്യരെന്ന് TSP ചെന്താരശ്ശേരിയെ പോലുള്ള ആളുകൾ ഈ 4 വർണ്ണങ്ങളിലും പെടാത്ത ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ 4 വർണ്ണങ്ങളിലും പെടാത്ത ആളുകളെയാണ്, അസ്പൃശ്യ ജാതികളെയാണ് അദ്ദേഹം വർണ്ണബാഹ്യരെന്ന് വിളിച്ചത്. അപ്പോൾ ഈ വർണ്ണബാഹ്യരായ ആളുകളെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം, ഹിന്ദുമതം എന്ന ഒരു സങ്കല്പനം മുന്നോട്ട് വയ്ക്കുക മാത്രമല്ല അത് രാഷ്ട്രീയ അധികാരം കരസ്ഥമാക്കുന്നതിലേക്ക് മുന്നേറുകയും ചെയ്തു. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കുന്നൊരു കാര്യം, ജാതി വ്യവസ്ഥയുടെ ഈ ഹയറാർക്കിക്കലായിട്ടുള്ള ശ്രേണീബദ്ധമായിട്ടുള്ള അധികാര വ്യവസ്ഥ ഹിന്ദുത്വ ശക്തികൾ നിലനിർത്തുന്നുണ്ട്. അത് ബ്രാഹ്മണന് തന്നെയാണ് പ്രാധാന്യം, ക്ഷത്രിയനും ബ്രാഹ്മണനും ഒക്കെയാണ് പ്രാധാന്യം, കൂടെ വൈശ്യർക്കുമുണ്ട്. ശൂദ്രജാതികൾക്ക് അത്ര പ്രാധാന്യമില്ല. അതിനേക്കാൾ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്തതാണ് നമ്മൾ വർണ്ണബാഹ്യരെന്ന് വിളിക്കുന്ന ദലിത് ജനതയെ. പക്ഷേ ഇതിനെല്ലാം ഉൾച്ചേർക്കാൻ കഴിയുന്ന ഒരു സോഷ്യൽ എൻജിനീയറിങ് തങ്ങളുടെ രീതിയിൽ, തങ്ങളുടേതായ രീതിയിൽ വികസിപ്പിക്കാൻ ഹിന്ദുത്വ ശക്തികൾക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഒരുപക്ഷെ അവർക്ക് അധികാരം, ഇന്ത്യയുടെ ഭരണം തന്നെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇന്ന് ഒരു വശത്ത് ദലിതരും ന്യൂനപക്ഷങ്ങളും അടക്കമുള്ള സ്വതന്ത്ര ചിന്തകരടക്കമുള്ള ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അടക്കമുള്ളവർ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആണ് ഈ മതത്തെയും മതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രത്തെയും സംബന്ധിച്ച ഒരു വിശകലനം ഷിജു എലിയാസ് നടത്തുന്നത്. അത് ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇന്ന് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ ഭരണഘടന വിഭാവന ചെയ്ത ഈ സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം തുടങ്ങിയിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള പരികൽപ്പനകൾ, സങ്കല്പനങ്ങൾ ഒന്നൊന്നായി റദ്ദ് ചെയ്യപ്പെടുന്ന, ഇല്ലാതാക്കപ്പെടുന്ന ഒരു ഘട്ടമാണ്. സോഷ്യലിസം ഇവിടെ ഇനി ഒരു ലക്ഷ്യമായി പോലും ഭരണഘടനയിൽ മുന്നോട്ട് വയ്ക്കപ്പെടരുതും എന്ന് സംഘപരിവാർ ശക്തികൾ ആഗ്രഹിക്കുന്നു. ജനാധിപത്യം അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ഒരു കാര്യമേ അല്ല. മതേതരത്വം തീരെ പാടില്ല. അവർ മതേതരത്വത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുകയും മതം വ്യക്തിയുടെ ഒരു സ്വകാര്യ വിശ്വാസമായി തുടരണമെന്നും മുന്നോട്ട് വയ്ക്കുന്ന സെക്കുലർ കാഴ്ചപ്പാടിനെ അവർ തള്ളിക്കളയുന്നു. പകരം അവർ മതത്തെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലും മുഖ്യസ്ഥാനത്തും പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ അവർ കാണുന്ന മതം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കുന്ന, മേധാവിത്വത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു മതസങ്കല്പനമാണ്. അത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയോടും ഇസ്ലാമിനോടും ഈ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന മതസങ്കല്പനത്തിന് ഒരു സമാനതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ബ്രാഹ്മണിക്കൽ പൗരോഹിത്യ മേധാവിത്വത്തെ അത് ഈ ഹിന്ദുമതം അരക്കിട്ടുറപ്പിക്കുന്നതിന് സമാനമാണ് ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും ഈ പൗരോഹിത്യ മേധാവിത്വം ചെലുത്തുന്ന സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തീരുമാനിക്കുന്നതും അവിടുത്തെ പൗരോഹിത്യ മേധാവിത്വമാണ്. അവരാണ് ശരി തെറ്റ് തീരുമാനിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയിലും ഇതിന് സമാനമായ പൗരോഹിത്യ മേധാവിത്വമുണ്ട്.
ഹിന്ദുത്വത്തിലും അതുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഈ പൗരോഹിത്യ മേധാവിത്വത്തിൻ്റെ അതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ശബരിമലയിലെ തന്ത്രിയുടെ തന്നെ അറസ്റ്റിനെയും കാണേണ്ടത്. അപ്പോൾ ഇതിനെയെല്ലാം തന്നെ വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാൻ തൻ്റെ പുസ്തകത്തിലൂടെ ഷിജു ഏലിയാസിന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിനും ഈ പുസ്തകത്തിനും ഒരു നല്ല ഭാവി ആശംസിക്കുന്നു. പുസ്തകം കൂടുതൽ വായിക്കപ്പെടും എന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.